കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. റോമലേഖനം 11-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കുവാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമുക്കറിയാം, റോമലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ഈ അധ്യായത്തിനകത്ത് കാണുന്ന രണ്ട് ഭാഗങ്ങൾ: ഒന്ന്, ഇസ്രായേൽ ജനത്തിനുള്ള ശേഷിപ്പാണ്; രണ്ട്, സ്വാഭാവിക കൊമ്പുകളായിരുന്ന യഹൂദ ജനത്തെ വെട്ടിമാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് ജാതികളെ ഒട്ടിച്ച ഒരു ദൈവമഹത്വത്തെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. പൗലോസിൻ്റെ ഭാഷയിൽ കാട്ടൊലിവായിരുന്നു നമ്മെ നാട്ടൊലിവിനോട് പറ്റിച്ചു ചേർത്ത ദൈവത്തിൻ്റെ കരുണ, അവിടെ ആ ഭാഗമാണ് നമുക്ക് ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ വായിച്ച 25-ാം വാക്യം 11-25 വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരെന്ന് തോന്നാതിരിക്കുവാൻ എന്നാണ് ആ ഭാഗം പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ ലേഖനം റോമാസഭയോടാണ്. റോമാസഭയെന്ന് നോക്കുമ്പോൾ ജാതികളാണ്, അല്ലേ? ഇസ്രായേലാണ് ദൈവത്തിൻ്റെ ജാതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നറിയപ്പെടുന്നത് ഇസ്രായേലാണ്. അത് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എൻ്റെ വിശുദ്ധ ജനവും നിങ്ങൾ എൻ്റെ സ്വന്തം ജനവും എന്നൊരു വാക്ക് ദൈവം തന്നെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് വായിക്കുന്നുണ്ട്. അബ്രഹാമിൻ്റെ സന്തതിയിൽപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് അറിയപ്പെട്ടൊരു ഭാഗം. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. റോമലേഖനം തന്നെ 9-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് അവർ സാക്ഷാൽ ഇസ്രായേല്യർ എന്ന് പറഞ്ഞിട്ട് പുത്രത്വം, തേജസ്, നിയമങ്ങൾ, വാഗ്ദത്വങ്ങൾ, പിതാക്കന്മാർ ഇതൊക്കെ അവർക്കുള്ളവയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനെല്ലാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടൊലിവെന്ന് പറയുന്നത് ആരാണ്? യഹൂദമ. ഒലിവ് മരമെന്ന് വിശേഷിപ്പിച്ചത് യേശു കർത്താവിനെയാണ്. കാട്ടൊലിവെന്ന് വിശേഷിപ്പിച്ചത് ജാതികളെയാണ്. അപ്പോൾ ഇവിടെ പറയും നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാനം. അപ്പോൾ റോമൻ സഭയോട് പറയുകയാണ്, നിങ്ങൾ വലിയ പുള്ളികളെന്ന് ചിന്തിക്കേണ്ട, ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് ചിന്തിക്കേണ്ട. കാര്യം നിങ്ങൾ പകരത്തിന് വെച്ചതാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം, യഹൂദജനം യേശുവിൽ അവിശ്വസിച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്നറിയപ്പെട്ട യഹൂദന്മാർ, ഇല്ലെങ്കിൽ ഇസ്രായേല്യർ യേശുവിൽ അവിശ്വസിച്ച് അവരെ വെട്ടിമാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് വിശ്വസിച്ച ജാതികളെ ഒട്ടിച്ചു വെച്ച് ദൈവത്തിൻ്റെ കൃപയെന്ന് നമുക്ക് ഈ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയപ്പെടുന്നുണ്ട്. റോമലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 20-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. അടുത്ത വാക്യം, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്, യഹൂദജനത്തെ ദൈവം ആദരിച്ചില്ല. കാരണം അവർ അവിശ്വാസത്താൽ ആ കൊമ്പുകൾ ഒടിയപ്പെടുവാൻ തക്കവണ്ണം ഇടവന്നു. അവർക്ക് വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. യേശുവിനെ അവർ കൈക്കൊണ്ടില്ല. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്തെന്നറിയാമോ? അത് സ്വന്തത്തിലേക്ക് വന്നു, അവർ സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. അപ്പാടെ യേശുവിനെ യഹൂദജനം നിഷേധിപ്പാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിച്ച, യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച, യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ച ജാതികളായ നമ്മെ അവർക്ക് പകരമായി നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ച ദൈവത്തിൻ്റെ കരുണ, അത് വിശ്വാസത്താലാണ് സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കേണ്ട, നിങ്ങൾ ഞെളിയാതെ ഭയപ്പെടുക. റോമാസഭയോട് പറയുകയാണ്, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തോന്നേണ്ട ആവശ്യമില്ല. പകരം സ്തോത്രം, ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറായി വിശ്വാസത്തിൽ നിലനിന്നാൽ അതങ്ങനെ തന്നെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളാരും മിടുക്കന്മാരല്ല, നമ്മളാരും ബുദ്ധിമാന്മാരല്ല. ദൈവത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിന് നമ്മോട് തോന്നിയ സ്നേഹവും കരുണയും ദയയുമാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ ജീവിതം
ജീവിതത്തിനകത്ത് അനുഗ്രഹമായി മാറുവാൻ സ്വർഗം ഇടവരുത്തട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചിലകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്ത മേഖലകളെയും ഏൽപ്പിക്കുന്നു. കൂടെ ഇരിക്കണം. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.